ഓക്കെ ഗൈസ് ഓക്കെ അപ്പോൾ ഗൈസ് അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ സിറ്റിയിൽ കളൊക്കെ എന്തായാലും ഇല്ലേ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റണ്ട് റേസും കളൊക്കെ എന്തായാലും നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രാങ്ക്ലിനും കളൊക്കെ എന്തായാലും ആ ഒരു സ്റ്റണ്ട് റേസിന് കളൊക്കെ എന്തായാലും പാർട്ടിസിപ്പേറ്റിങ് കളൊക്കെ ചെയ്യാനായിട്ട് എന്തായാലും പോവുകയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു സ്റ്റണ്ട് റേസിന് പിന്നെ ഫ്രാങ്ക്ലിൻ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ആരും തന്നെ എന്തായാലും ഇല്ല കേട്ടോ. നമ്മുടെ ഷിൻജാനും പിഞ്ചാനും ഗ്രാനി എല്ലാവരും കൂടെ എന്നാലും ഒരു ടൂർ പോയ കാണാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രാങ്ക്ലിനാണ് ഒറ്റയ്ക്കെന്ന് വെച്ചാൽ ഓക്കെ. വീട്ടിലിപ്പം ഫ്രാങ്ക്ലിൻ മാത്രമേ ഉള്ളൂ ഓക്കെ. നമ്മളാണെങ്കിൽ നമ്മുടെ R15 കൊണ്ട് ചുമ്മാ ഒന്ന് ഇറങ്ങിയതാണ് വെളിയിലൊക്കെ. അപ്പോഴാണ് കേസ് ഒരു സ്റ്റണ്ട് റേസിൻ്റെ ഒരു സംഭവം നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ ഓക്കെ. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ നേരെ അങ്ങോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ വീടെന്ന് പറയുന്നത് ഓക്കെ. നമുക്കപ്പോൾ എന്തെല്ലാം സ്റ്റണ്ട് റേസ് ഇറങ്ങുന്ന ഏരിയയിലോട്ട് പോയെന്നുണ്ടാകും. എന്തായാലും സ്റ്റണ്ട് റേസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഓക്കെ. ജയിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു സൂപ്പർ കാറുകളൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഓക്കെ. എന്തായാലും നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം ഓക്കെ. എന്നിട്ട് നമുക്ക് ഡീറ്റെയിലിംഗ് ആയിട്ട് സംസാരിക്കാം ഓക്കെ. ഹലോ സാറേ, ഞാനാണെങ്കിൽ ഈ ഒരു റേസിന് കളൊക്കെ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളതൊക്കെ എന്തായാലും ചെയ്യാനായിട്ട് വന്നതാണേ. ആ പറഞ്ഞോളൂ, തനിക്ക് ഈ റേസ് കളിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ആ സാറേ, അല്ല ഈ റേസിന് വല്ല റൂളോ കാര്യങ്ങളോ അങ്ങനെ വല്ലതും ഉണ്ടോ? ആ റൂളൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. ഈ ഒരു റേസാണ് ഇങ്ങനെ പോയിട്ട് അവിടെ നേരെ മുകളിൽ പോയിട്ട് ഏറ്റവും മുകളിലൊരു പ്ലാറ്റ്ഫോം കാണും. ആ പ്ലാറ്റ്ഫോമിൽ കറക്റ്റായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ നിർത്തണം, എന്നാലേ നിനക്ക് ജയിക്കാൻ പറ്റുമോ? ആ സാറേ അതൊക്കെ ഞാൻ ചെയ്തോളാം ഓക്കെ, ഡബിൾ ഓക്കെ. അല്ല ഈ റേസിൽ ഒരിക്കൽ വീണ് കഴിഞ്ഞാൽ സെക്കൻഡ് അറ്റംപ്റ്റ് ഒക്കെ ഉണ്ടല്ലോ? ആ സെക്കൻഡ് അറ്റംപ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ ഒരിക്കൽ ഏകദേശം വീഴാറായി കഴിഞ്ഞാൽ പിന്നെ ആദ്യം തൊട്ടേ നിങ്ങൾ കളിക്കേണ്ടി വരും. അയ്യോ അതെന്ത് പണിയാണ് സാറേ, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് കളിച്ച് മുകളിലോട്ട് പോകുമ്പോൾ വീട് കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം എടുക്കുമല്ലോ, വേറെ ആരെങ്കിലൊക്കെ ജയിച്ചാലാ? എടോ നമ്മുടെ ഈ ഒരു ഏതാണ് റേസുകളൊക്കെ ഇന്ന് രാവിലെ ഞങ്ങൾ പുറത്തു വിട്ടതേ ഉള്ളൂ. അപ്പം തന്നെ ഫസ്റ്റ് റേസ് കളിക്കാൻ വന്ന താനാണ്. ഞങ്ങൾ പിന്നെ വേറൊരു സംഭവം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു റേസിൽ ഒരാൾക്ക് മാത്രമേ കളിക്കാൻ പറ്റൂ, അല്ലാതെ വേറെ സെക്കൻഡ് റൗണ്ടാ വേറെ ആർക്കും ഒന്നും തന്നെ ഇല്ല. താനാണിപ്പോൾ ഫസ്റ്റ് എന്തായാലും വന്നതെന്ന് പറയണം. അത് മാത്രമല്ല കുറേ പേര് ഇവിടെ കാറൊക്കെ കൊണ്ട് മുമ്പേ വന്നിരുന്നു ഓക്കെ. സത്യത്തിൽ ഇതൊരു ബൈക്ക് വെച്ച് കളിക്കേണ്ട ഒരു റേസാണ്, അതുകൊണ്ട് താൻ ഒറ്റ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ താൻ ഒരിക്കൽ വീട് കഴിഞ്ഞാൽ താൻ പിന്നെ കളിക്കാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അതെന്തായാലും കൊള്ളാം സാറേ. ശരി എന്നാലും ഞാൻ എന്തായാലും കളിക്കാം. അതേപോലെ തന്നെ താനാണെങ്കിൽ ഈ ഒരു റേസിന് കളൊക്കെ ജയിക്കുകയാണെങ്കിൽ തനിക്ക് ഈ കിടക്കണ ഗോൾഡൻ ഓഡിയുടെ R8 കളൊക്കെ കിട്ടും. പക്ഷെ എൻ്റെ പൊന്നെ ഇത് നൈസായിട്ട് നിന്നിലുണ്ടല്ലോ. ആടോ അതുകൊണ്ടല്ലോടാ ഞാൻ മലയാളത്തിൽ തൻ്റെ കൂടെ പറഞ്ഞ ജയിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഓഡിയുടെ R8 ഉണ്ട്. ശരി സാറേ ഓക്കെ, ഡബിൾ ഓക്കെ. ഞാൻ ഇപ്പം ഏതായാലും ഈ റേസിന് എന്തായാലും കളിക്കാനായിട്ടാണ്. ശരി പോയി കളിച്ചോ. സാറേ ഓക്കെ ഗൈസ് ഓക്കെ. അപ്പം നമ്മളെന്തായാലും ഗൈസ് നമ്മുടെ ഈ ഒരു സ്റ്റണ്ട് റേസുകളൊക്കെ നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കാണ് കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നെ നമ്മളാണെങ്കിൽ തുടക്കം തന്നെ അലമ്പാക്കി മിക്കവാറും വീഴാനായിട്ടാണ് ചാൻസ് കാണും ഓക്കെ. നമ്മളെന്തായാലും ചാടിയപ്പോൾ തന്നെ നല്ല വണ്ടി പറന്നാണ് പോയെന്ന് വെച്ചാൽ ഓക്കെ. ഇത് പിന്നെ ബൈക്ക് വെച്ച് കളിക്കാനുള്ള റേസാണ് ഓക്കെ. ഇവിടെ പിന്നെ മറ്റേ കറങ്ങണ ഒരു സംഭവം ഉണ്ടോക്കെ, നമ്മളതിൽ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനം നേരെ നമ്മളെടുത്ത് തറയിടും കൈസ് ഓക്കെ. ഇവിടെ നിന്ന് നമുക്ക് നേരെ എന്നാലും കത്തിച്ചെന്നാലും വിടാം കൈസ് ഓക്കെ. എന്തായാലും അതിൻ്റെ അപ്പുറത്ത് പ്ലാറ്റ്ഫോമാണ്, അതോ വലിയ ജമ്പാണെന്നൊന്ന് ഇറങ്ങിവിടാം. നമുക്ക് എന്തായാലും കത്തിച്ചെന്തായാലും വിടാം കേട്ടോ. അയ്യോ നമ്മുടെ വണ്ടിയുടെ കൺട്രോൾ പോയി. ബെസ്റ്റ് നമ്മൾ താണ്ട വീണ് ഓക്കെ. നമ്മളെന്തായാലും തിരിച്ചൊന്നുകൂടെ എന്തായാലും വന്നിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും കത്തിച്ചെന്തായാലും വിടാം കേട്ടോ ഓക്കെ. നമ്മളങ്ങനെ അതെന്തായാലും സ്കിപ്പ് ചെയ്തിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ ഓക്കെ. അപ്പം നമുക്ക് എന്തായാലും കത്തിച്ചെന്തായാലും വിടാം കേട്ടോ. ഇപ്രാവശ്യം കറക്റ്റായിട്ട് ചാടിയേ പറ്റുമല്ലേ, അല്ലെങ്കിൽ നമ്മുടെ കാര്യം തീർന്നു ഓക്കെ. യെസ് ഗൈസ്, നമ്മളങ്ങനെ കറക്റ്റായിട്ട് നമ്മളങ്ങനെ ചാടിയിട്ടുണ്ട് ഓക്കെ. ഇവിടെ നിന്ന് നമുക്ക് നേരെ എന്തായാലും മുന്നോട്ട് പോവാം ഓക്കെ. പക്ഷെ എൻ്റെ പൊന്നെ ഇതെന്താണല്ലേ, മുകളിലോട്ട് വലിയ ഒരു ഇതാണല്ലോ, വലിയൊരു പൊക്കത്തിലുള്ള ഏരിയ ആണല്ലോ. പക്ഷെ എൻ്റെ ഇതൊക്കെ എത്തിയാൽ മതിയായിരുന്നു ഓക്കെ. അതാണ് എൻ്റെ പ്രാർത്ഥന എന്ന് വെച്ചാൽ ഓക്കെ. ഇച്ചിരി പാടാണ് കേസ് ഈ ഒരു റേസ് കംപ്ലീറ്റ് ആക്കാന്ന് വെച്ചാൽ ഓക്കെ. ഷിൻജാനും പിഞ്ചാനും ഗ്രാനി എല്ലാം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കാര്യം തീർന്നേനെ ഓക്കെ. പിന്നെ ഈ റേസ് ഭയങ്കര വലിയ റേസായി മാറുമായിരുന്നു ഓക്കെ. ഇതിപ്പോൾ ഞാൻ ഒറ്റ ആളുള്ളതുകൊണ്ട് വലിയ കാര്യമായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ. അതും കൂടെ അങ്ങനെ ഫൈനലി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ. ഇനി ഇവിടെ നേരെ എന്തായാലും ഫ്രണ്ടിലോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ഓക്കെ. എന്തായാലും നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് എന്തായാലും പോവാം ഓക്കെ. നമുക്ക് എന്തായാലും കത്തിച്ചെന്തായാലും വിടാം. എൻ്റെ പൊന്നടാവേ, ഫ്രണ്ടിലാണെങ്കിൽ വലിയൊരു കുഴിയാണ് ഓക്കെ. അഥവാ നമ്മളെങ്ങാനും കത്തിച്ചിട്ട് അവിടെ വീണ് കഴിഞ്ഞാൽ തീർന്നൊക്കെ. നമ്മളെന്തായാലും ബാക്ക് എടുത്തിട്ട് നമുക്ക് എന്തായാലും കത്തിച്ചിട്ടാണ് ഓക്കെ. അവിടെ എത്തിയാൽ മതി, വേറൊന്നും വേണ്ട. ജസ്റ്റ് മിസ് കേട്ടാ, ഇപ്പം പോയേനെ ഓക്കെ. ഇപ്പം നമ്മളെന്തായാലും താഴെ വീണേനെ ഓക്കെ. നമ്മളെന്തായാലും ഒരു പാടോട്ട് നമ്മൾ എന്തായാലും രക്ഷപ്പെട്ടിട്ടുണ്ട് ഓക്കെ. എന്തായാലും ഇവിടെ നിന്ന് എന്തായാലും നമുക്ക് എന്തായാലും ഒന്ന് കത്തിച്ചെന്നാലും വിടാം കേട്ടോ. അവിടെ മറ്റേ ഒരു ബ്ലൈഡ് പോലത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ, ബ്ലൈഡല്ല ഓക്കെ, ബ്ലൈഡ് വയ്ക്കാറുള്ള വേറെ സിറ്റിയിലാണ്. ഇവിടെ നമ്മുടെ മറ്റേ കണ്ടെയ്നറാണ് വെച്ചത് ഓക്കെ. നമ്മളങ്ങനെ അതും കൂടെ എന്താണ് കടന്നിട്ടുണ്ട് ഓക്കെ. ഇവിടെ നമുക്ക് നേരെ കുറച്ച് ഫ്രണ്ടിൽ പോയി. എൻ്റെ മോനെ പടിപാളി, ജസ്റ്റ് മിസ്സായിട്ട് നമ്മളിപ്പോൾ താഴെ പോയേനെ ഓക്കെ.
എന്തോ ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടു. ഓക്കെ, നമ്മൾ ആക്രമണത്തിൽ വണ്ടി കത്തിച്ച് വിട്ട് കേസ്. ഓക്കെ, വണ്ടി നേരെ അവിടെ ഇടിച്ച് സ്റ്റക്കായി. ഓക്കെ, അത് കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ നേരെ താഴോട്ട് ഇറങ്ങാം കേസ്. ഓക്കെ, എന്തായാലും ഈ റേസ് ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ട് നിൽക്കണം. ഓക്കെ, അപ്പോൾ ഈ റേസ് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത റേസിന് മാക്സിമം നമ്മുടെ ഷിൻചാനെ പിൻചാനെ ഗ്രാനി എല്ലാവരെയും ഉൾപ്പെടുത്താൻ നോക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും കത്തിച്ച് വിടാം. ഓക്കെ, എന്തായാലും ഇതിലേക്കൂടെയൊക്കെ എടുക്കാം. ഓക്കെ ഓക്കെ ഇവിടെ നമ്മൾ വേറൊരു പീസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ നേരെ താഴോട്ട് പോവാം. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ കറങ്ങി എന്തായാലും പോവാം. ഓക്കെ ഓക്കെ അങ്ങനെ സെറ്റായിട്ട് തന്നെ എന്തായാലും ഉണ്ട് കേട്ടോ. ഏകദേശം നമ്മളെന്തായാലും ഫിനിഷ് ലൈൻ എത്താറായിട്ടുണ്ട്. ഓക്കെ, അപ്പുറത്തെ ഈ ഒരു പ്ലാറ്റ്ഫോം കഴിഞ്ഞിട്ട് അപ്പുറത്തൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഓക്കെ, യെസ് ഗൈസ്, നമ്മൾ ഏകദേശം റേസ് ഫിനിഷ് ചെയ്ത്. യെസ്, നമ്മളങ്ങനെ ഫൈനലി റേസുകളൊക്കെ കംപ്ലീറ്റ് ആയിക്കണുണ്ട്. നമ്മളാണ് ജയിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ആളെയാണ്. നമ്മൾ കഷ്ടപ്പെട്ട് കുറച്ചൊക്കെ പാടിട്ട് നമ്മളങ്ങനെ ഈ റേസ് ഒരുവിധം കംപ്ലീറ്റ് ആക്കിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. നൈസായിട്ടുണ്ട്. അപ്പം സാറേ, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? ഞാൻ കുറേ അറ്റംപ്റ്റ് ആയിട്ട് പോയി ഏറ്റവും വെള്ളത്താര് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയി ഫിനിഷ് ചെയ്ത്. ഇനിയിപ്പോൾ ഞാനല്ലേ വിന്നർ? ആ, താൻ തന്നെയാണ് വിന്നർ. തനിക്ക് ഫ്രീ ആയിട്ട് ഈ കാണുന്ന ഗോൾഡൻ ODR റേറ്റ് സ്വന്തമാക്കാം. താങ്ക് യു സാറേ. അത് മാത്രമല്ല, തൻ്റെ അക്കൗണ്ടിലോട്ട് ഞങ്ങൾ ഒരു $5 ബില്യൺ കൂടെ ഇട്ടിട്ടുണ്ട്. താങ്ക് യു സാറേ. എന്തായാലും കൊള്ളാം കേട്ടോ. ഒരു അടിപൊളി ഒരു സിമ്പിൾ റേസാണ് കേട്ടോ. നമ്മുടെ ഷിൻചാനെയും പിൻചാനെയും ഗ്രാനിയും എല്ലാവരെയും കൊണ്ടുവന്നിരുന്നെങ്കിൽ പണി കിട്ടുമായിരുന്നു. ഓക്കെ, നമ്മൾ മത്സരിക്കുന്ന ആളുടെ കുടുംബത്തിലുള്ളവർക്ക് വേണമെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും കളിക്കാം. ഓക്കെ, അങ്ങനെ ഉണ്ട് കേട്ടോ. പക്ഷെ പുറത്തുനിന്ന് വേറെവർക്ക് പിന്നെ എക്സ്ട്രാ വരാൻ പറ്റത്തില്ല. ഓക്കെ, അല്ല കള്ളപ്പറക്കെല്ലാം വരേണ്ടി വരും. ഓക്കെ, എന്തായാലും നമുക്കെന്തായാലും ഈ ഒരു ഓടിയാണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ നൈസായിട്ട് തന്നെ എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ ആ ഒരു R15 അവിടെ കിടപ്പുണ്ട്. ഓക്കെ, അതവിടെ കിടന്നോട്ടെ. ഓക്കെ, നമ്മൾ കുറേ കഷ്ടപ്പെട്ടാണ് കേസ് എന്തായാലും ഈ ഒരു റേസിന് ഞങ്ങളൊക്കെ ജയിച്ചതെന്ന് വെച്ചാൽ. ഓക്കെ, ജയിക്കാൻ കാരണം ആ ഒരു R15 ആണ്. ഓക്കെ, അതൊരു നൈസൊരു ബൈക്കാണ് കേട്ടോ. ഞാൻ കുറേ ആഗ്രഹിച്ചെടുത്തൊരു വണ്ടിയാണ്. ഓക്കെ, എന്തായാലും നമുക്കെന്തായാലും ഈ ഒരു ഓടിയും കൊണ്ട് എന്തായാലും കത്തിച്ചിടാം കേട്ടോ. നമുക്കെന്തായാലും R15കളൊക്കെ എന്തായാലും പിന്നെ എപ്പോഴും എടുക്കും. ഇതെന്താണ് സംഭവിച്ചത്? നമ്മുടെ വണ്ടിയുടെ പാർട്സ് എല്ലാം ഇളകിപ്പോയല്ലോ. ആ, ബെസ്റ്റ്. ഇത്രയും കഷ്ടപ്പെട്ട് റേസിന് ജയിച്ചെങ്കിലും ബിൽഡ് ക്വാളിറ്റി പറഞ്ഞ വണ്ടിയാണ് അവർ തന്നത്. നല്ല കാര്യം. എന്നാലും കുഴപ്പമില്ല, അങ്ങ് പിന്നെ എപ്പോഴെങ്കിലും റെഡിയാക്കി എടുക്കാം. ഓക്കെ ഗായ്സ്, ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ എന്തായാലും വീണ്ടും ഒരു കിടിലം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനടുത്ത് കൂട്ടുകാർക്ക് മാക്സിമം വീഡിയോ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് അവരോടത്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ പറയണം. ഓക്കെ, നമ്മൾ വീണ്ടും ഒരു കിടിലം സ്റ്റോറി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ഓക്കെ, പുതിയൊരു കിടിലം വീഡിയോ കാണുന്ന എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.